തിരുവനന്തപുരം പോത്തൻകോട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീനിൽ പുഴുക്കളെന്ന് പരാതി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യ മാർക്കറ്റിൽ പരിശോധന നടത്തി ബാക്കിയുള്ള മത്സ്യം വിൽപ്പന നടത്തരുതെന്ന് നിർദ്ദേശം. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘ്ന, എന്തായാലും ആ വിൽക്കുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ ഈ ജീവനുള്ള പുഴുക്കള് ഇതിൽ കാണുന്നത്. അപ്പോൾ എന്ത് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാവും? ക്രിസ്ത്യന ആരോഗ്യവകുപ്പിൽ നിന്ന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ബാക്കിയുള്ള മത്സ്യങ്ങൾ വിൽപ്പന നടത്തരുത് എന്നുള്ളതാണ്. പോത്തൻകോട് മാർക്കറ്റിൽ വാങ്ങിയ ചൂര മത്സ്യത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി ഒരു പരാതി വരുന്നത്. അതിൽ പ്രധാനമായും ഇതിൽ പറയുന്നത് നേരത്തെ തന്നെ ഈ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയ മത്സ്യമാണ്. വീട്ടിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ പുഴുവിനെ കണ്ടെത്തിയതായി പോത്തൻകോട് സ്വദേശിനിയായിട്ടുള്ള ദിവ്യ ഇപ്പോൾ പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഈ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ പോലീസും മാർക്കറ്റിൽ പരിശോധന നടത്തി. അതിൽ ഈ ബാക്കിയുള്ള മത്സ്യം വിൽക്കരുത് എന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ ഈ മത്സ്യ വിൽപ്പനക്കാരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിലിനി ഇത് പുഴുവാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ലാബിലേക്ക് അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ ഈ മാർക്കറ്റിൽ നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഇത് പുഴുവല്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് മാർക്കറ്റിൽ നിന്ന് പറയുന്നത്. എന്തായാലും മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ്. ഞാൻ രാവിലെ ഇവിടെ മാർക്കറ്റിൽ വന്ന് കഴിച്ച മീനാണ്. വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ വെള്ളത്തിയിട്ടപ്പോഴത്തേക്കും നിറയെ പുഴുക്കളായിരുന്നു. ഒരുപാട് പുഴുക്കളുണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീനാന്ന് പറഞ്ഞ് തന്നതാ. അങ്ങനെ മേടിച്ച് അപ്പൊ തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ അവരത് പുഴുവല്ല വരെയാണെന്നാണ് പറയുന്നത്. അപ്പം പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് പ്രസിഡന്റും മെമ്പർമാരെല്ലാവരും വന്ന് നോക്കിയപ്പോഴത്തേക്ക് പുഴുവാണ്. ഒരു ആയിരക്കണക്കിന് പുഴുക്കളുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ അവരോട് പറഞ്ഞ അവര് പുഴുവല്ല വരെയാണെന്നാണ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.